നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനുള്ളിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. കുട്ടികൾക്ക് +1 പഠിച്ചു തുടങ്ങുമ്പോഴേ തൊട്ട് ദേഷ്യം മീൻസ് ഇഷ്ടമല്ലാത്ത ഒരു ടോപ്പിക്കായിരുന്നു ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോഴും ഇഷ്ടമല്ല. പക്ഷേ നമുക്കൊരു എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. ഇപ്പോൾ കീവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ 3-4 ക്വസ്റ്റ്യൻസുകൾ ഈ ഡൊമൈനോ അല്ലെങ്കിൽ റേഞ്ചോ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അങ്ങ് നോക്കി അങ്ങ് ടിക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. ഒന്നുമേ നോക്കത്തില്ല, ചെയ്ത് നോക്കാറേ ഇല്ല. വല്ല കുട്ടി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്ന് നോക്കും, അല്ലാത്തത് കറക്കി കുത്തി ഒരൊറ്റ കുത്താണ്, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇന്ത്യയ്ക്കും പലയിടത്തായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും, വളരെ വളരെ ഇമ്പോർട്ടൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതുണ്ട്, ഈ ബോർഡിൽ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ല രീതിയിൽ കൂടെ ഇതിനെ അങ്ങോട്ട് പഠിച്ച് തുടങ്ങാം. എന്താണ് ഡൊമൈൻ? ഇവിടെ ഞാനിപ്പോൾ ഡൊമൈൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റേഞ്ചിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പിന്നെ എത്തും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ ട്രിക്സുകളും പിന്നെ നോട്ട്സുകളും നമ്മൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലും നിങ്ങൾക്ക് ലഭ്യമാണ്. അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ് ആണെങ്കിൽ മീൻസ് 1 ഇയർ എന്നുള്ള ക്ലാസ്സും ഉണ്ട്, ഇപ്പോഴത്തെ ക്രാഷിനും ഉണ്ട്. ഓക്കെ, NDA 2-ൻ്റെ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിക്കുള്ള സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻസും പിന്നെ സ്പീഡ് ചെയ്യുന്ന മെത്തേഡും ഒക്കെ കാണിക്കും. നമ്മളിപ്പം സിംപ്ലിഫിക്കേഷനാണ് ഏറ്റവും സ്പീഡ് ചെയ്യേണ്ടത്. നമ്മളൊരു എൻട്രൻസ് കുട്ടിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡ് ചെയ്തേ പറ്റൂ. വളരെ സ്ലോയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സമയം ഒത്തിരി നഷ്ടമാണ്. അപ്പോൾ ഏറ്റവും സ്പീഡിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ആ സ്പീഡ് എടുത്ത് ചെല്ലുമ്പോൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതെ കറക്റ്റ് ആൻസറും കിട്ടണം. മീൻസ് തെറ്റൊന്നും കൂടാതെ കറക്റ്റ് ആൻസറിലെത്തുകയും വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡൊമൈൻ ഓഫ് f(x) = x+1 ഡിവൈഡ് ബൈ x-2 ഇസ് എ ഫ്രാക്ഷൻ ഫോം. ഇതിനുള്ളിൽ തന്നെ കുഴപ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ +1-ൽ പഠിച്ചത് തന്നെ ആയിരിക്കാം. ഇങ്ങനൊരു ഫ്രാക്ഷൻ ഫോം നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്റർ കിടക്കുന്നതിന് ചുമ്മാ അതൊന്ന് 0 ഇക്വേറ്റ് ചെയ്യണം. വാട്ട് ഈസ് x-2 = 0, ദെൻ x = x-0 ആണെങ്കിൽ x = എത്രയാണ്? 2. Therefore ഡൊമൈൻ എന്ന് പറഞ്ഞാൽ r - set 2. ദാറ്റ് മീൻസ് എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ദ നമ്പർ 2 എന്ന് പറഞ്ഞാൽ 2 മാത്രം കൊടുക്കരുത്. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന നമ്പറിനുള്ളിൽ നിങ്ങൾ ആരെ കാണരുത്? 2 കൊടുക്കരുത്. റിയൽ നമ്പറിലെ മറ്റുള്ള എല്ലാ നമ്പേഴ്സിനെയും കൊടുക്കാം. കാരണം ഡിനോമിനേറ്റർ 0 ആവരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് r - set 2 ഈസ് ദ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കുക. 2 ക്വസ്റ്റ്യൻസ് ഞാൻ സൈൻ വേഴ്സിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം അതിനുള്ളിൽ ചെറിയൊരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് അതുകൂടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൊമൈൻ ഓഫ് f(x) = sin ഇൻവേഴ്സ് x-3 എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് ആരെയൊക്കെ കൊടുക്കാം എന്നുള്ളതാണ്. ഓർത്തോണം, സൈൻ വേഴ്സിനുള്ളിൽ ആര് വന്നാലും ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അത് ഓർത്തോണം കേട്ടല്ലോ. ദാറ്റ് ഈസ് -1 <= ദിസ് x-3 <= +1. അതാണ് തുടക്കം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിനെ മാത്രം ഇവിടെ എത്തിക്കണം. എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് എക്സിനെ മാത്രം എത്തിക്കാൻ? -3 ഇങ്ങോട്ടും വരണം, -3 ഇങ്ങോട്ടും വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഓപ്പറേഷൻ ഇതാണ്, ആഡിങ് എന്താണ് +3. ഓക്കെ, എന്ന് പറയാൻ -3 അങ്ങോട്ടും പോകും, -3 ഇങ്ങോട്ടും വരുന്നതാണ് കേട്ടോ. ഇവിടെ നടുക്ക് എക്സ് ആണെങ്കിൽ -3 ഇവിടുന്ന് പോകണം, -3 ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ +3 ആവും. ഈ ഇൻഇക്വാലിറ്റി ഇപ്പുറത്ത് വന്നാലും +3 ആവും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് -1 +3 <= x <= 1 +3 എന്ന് പറഞ്ഞാൽ എല്ലായിടും 3 ആഡ് ചെയ്തു എന്നർത്ഥം. നമുക്ക് ഈ x-3 എന്നുള്ളത് വെറും x ആണെങ്കിൽ ഒരു +3 വന്നാൽ പോലെയോ? ഇപ്പോൾ -3 +3 അങ്ങ് ക്യാൻസലായി x ആയിക്കോളൂ. അപ്പോൾ ഇവിടെ 3 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം, എല്ലാവരും ആഡ് ചെയ്യണം. അല്ലെങ്കിൽ -3 അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു എന്നുള്ള രീതി കൂടെ ആയാൽ മതി. മൈനസ് ആയതുകൊണ്ട് അപ്പുറം നമ്മൾ പ്ലസ് ആയി കേട്ടോ. ഓക്കെ, നടുക്ക് x ആയി. -1 +3 becomes 2 <= x <= 4. ഓക്കെ, therefore ഡൊമൈൻ എന്ന് പറഞ്ഞാൽ x element of closed interval 2, 4 എന്ന് പറഞ്ഞാൽ 2 തൊട്ട് 4 വരെയുള്ള ഏത് നമ്പറും ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൈൻ വേഴ്സ് 3 - 2x 3 - 2x ആണ്. അപ്പോൾ ഫോർ ഡൊമൈൻ -1 <= 3 - 2x <= +1 ഫസ്റ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ -2x അവിടെ മാത്രമാക്കി, നമുക്ക് അവസാനം x മാത്രം വരണം. അതിനുവേണ്ടി 3 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -1 - 3 <= -2x <= 1 - 3. നോക്കിക്കേ, ഈ +3 ഇപ്പുറത്ത് വന്നപ്പോൾ -3 ആയി, അതുപോലെ അപ്പുറത്തും ചെന്നപ്പോൾ -3 ആയി. അപ്പം നടുക്ക് ഇപ്പോൾ ആര് മാത്രമായി? -2x മാത്രമായി. 3 അവിടെ നിന്ന് ഓടി. ഓക്കെ,
ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 എന്നായി. ഇപ്പോഴും നമുക്ക് എക്സ് ആയിട്ടില്ല, -2x ആണ്. -2x നിന്നും എക്സ് ആകണമെന്നുണ്ടെങ്കിൽ -2 കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്യണം, -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ബൈ ആരാണ്? -2. ദാറ്റ് ഈസ് -4 ഡിവൈഡഡ് ബൈ -2, -2x ബൈ -2, -2 ബൈ -2. അപ്പോൾ എല്ലാവരെയും നമ്മൾ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഇക്വൽ സൈൻ നേരെ തിരിച്ചിട്ടോണം. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഇക്വൽ സൈൻ എന്ത് ചെയ്യും? മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കിക്കേ 2 എന്നാവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ക്യാൻസൽ, എക്സ് എന്നായി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ 1 to 2 എന്ന് എഴുതേണ്ട, 2 to 1 എന്നല്ല. Therefore x element of closed interval 1 2 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അല്ലാതെ 2 to 1 എന്ന് എഴുതരുത്. 2 to 1 എന്ന് എഴുതുമ്പോൾ കുറഞ്ഞ് ആ രീതിയിൽ കൂടെ പോകും, തെറ്റാണ്. എപ്പോഴും ഇൻക്രീസിങ്ങിലൂടെ പോകാവുള്ളൂ. ഇപ്പോൾ 1 to 2. ഓക്കെ, അങ്ങനെയാണ്. നെക്സ്റ്റ്, ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു log x - 3. ലോഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം കൊച്ചു പ്രോബ്ലംസ് ആണ്. നമ്മളെപ്പോഴും പഠിച്ച് തുടങ്ങുമ്പോൾ ചെറുതിൽ നിന്ന് പഠിച്ച് വന്നെങ്കിൽ വലുതിനെ ചെയ്യാൻ സ്പീഡ് കിട്ടുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് log of x - 3 ലോഗിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ഉള്ളിൽ കിടക്കുന്നത് മീൻസ് ലോഗിനുള്ളിൽ കിടക്കുന്ന ടേം ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കരുത്, ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ x - 3 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ആരെന്നായി? 3 എന്നായിട്ട് മാറി. അത്രേ ഉള്ളൂ, തീർന്നു കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് 3 to infinity. ഓക്കെ, അവിടെ സിമ്പിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുള്ളൂ, 3 to infinity. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻസുകളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് എൻ്റെ തോന്നൽ. ഇങ്ങനെയൊക്കെയാണ് ഡൊമൈനെ കണ്ടുപിടിക്കുന്നത്. റേഞ്ച് ആകുമ്പോൾ വേറൊരു മീനിങ് കൂടിയാണ് കേട്ടോ. വേറൊരു ചില ക്വസ്റ്റ്യൻസുകളെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇത്ര എളുപ്പമല്ല, ഇത്തിരി ചെയ്യാനുണ്ട്. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഡൊമൈനാണ് ഇത്തിരി എളുപ്പം, റേഞ്ച് ഇത്തിരി ടഫാണ്. കാരണം ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടുന്ന എന്താണെന്നുള്ളതാണ് റേഞ്ച്. ഇത് കൊടുക്കുന്നതേ ഉള്ളൂ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. റേഞ്ച് ആകുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഇച്ചിരൂടെയൊക്കെ ചിന്തിക്കാനുണ്ട്, ഡീപ്പായിട്ട് ചിന്തിച്ചെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ.